മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വരാനിരിക്കെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ ഉയർന്നതിനെ തുടർന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വൈകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് മൂലമാണ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിവ് വന്നത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1981 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും 1308 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലുമായിരുന്നു. ഇന്ന് ഏറ്റവും അധികം സെല്ലിംഗ് വന്നത് നിഫ്റ്റി ഫാർമ എന്ന ഇൻഡെക്സിലാണ്. നിഫ്റ്റി ഫാർമ 1.7% ഇടിഞ്ഞു. സൺ ഫാർമ, മാരുതി സുസുക്കി, ടൈറ്റാൻ, സിപ്ല, JSW സ്റ്റീൽ, പവർ ഗ്രിഡ്, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾ 2 മുതൽ 3% ഇടിഞ്ഞത്. ആദ്യം തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഉടലെടുത്ത സെല്ലിംഗ് പ്രഷറാണ്. ഇന്ത്യ മൗറീഷ്യസ് ടാക്സ് ട്രീറ്റിയിൽ ചില അമെൻഡ്മെൻറ്റുകൾ വരാനിരിക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ടാക്സ് ട്രീറ്റിയിൽ അമെൻഡ്മെൻറ്റ് വരുന്നതിന് ശേഷം മൗറീഷ്യസ് വഴിയുള്ള ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ സ്ക്രൂട്ടിനിറ്റിക്ക് വിധേയരാകും. മൗറീഷ്യസ് ഇന്ത്യൻ മാർക്കറ്റിലെ 4ാമത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ്. ഏകദേശം 6% ഫോറിൻ പോർട്ട്ഫോളിയോ അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. മാർക്കറ്റ് ഇടിഞ്ഞതിൻ്റെ പിന്നിലെ രണ്ടാമത്തെ കാരണമായി വിലയിരുത്തപ്പെടുന്നത് US ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ്. ജൂൺ മാസത്തിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്താനുള്ള സാധ്യത മുമ്പ് 63% പക്ഷേ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരികയും മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ ഉയർന്ന നിരക്കിൽ ഇൻഫ്ലേഷൻ വന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സാധ്യത 23%, അതായത് ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ സാധ്യത 23% ചുരുങ്ങിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചു. മൂന്നാമത്തേത് ഇൻഫ്ലേഷൻ ഉയരുന്നതനുസരിച്ച് ബോണ്ട് ഈൽഡ് ഉയരുന്നതാണ്. ഇൻഫ്ലേഷൻ ഉയരുന്നതനുസരിച്ച് ബോണ്ട് ഈൽഡിൽ വർധനവുണ്ടായി. 2 വർഷത്തെ ബോണ്ട് ഈൽഡ് 5% മുകളിലേക്ക് എത്തുകയും 10 വർഷത്തെ ബോണ്ട് ഈൽഡ് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തു. ബോണ്ട് ഈൽഡ് ഉയരുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറയ്ക്കും. ഇത് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി ഡ്രൈപ്പിന് പിന്നിലെ പ്രധാന കാരണമായി മാറും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് കറക്റ്റ് ആകുന്നതിന് മുൻപേ ഓൾ ടൈം ഹൈയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓവർ സ്ട്രെച്ച്ഡ് വാല്യൂഷൻ്റെ പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരികയില്ല. ഇതും മാർക്കറ്റിൽ ഒരു സൈസബിൾ കറക്ഷന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ട് സെഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ ഓരോ സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനുസരിച്ച് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്വാർട്ടറിൽ പൊതുവെ ഏണിംഗ് പെർ ഷെയറിൽ 5 മുതൽ 10% ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ 6ാമത്തെ കാരണം കോമഡിറ്റിയുടെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ഗോൾഡ്, സിൽവർ, സിങ്ക്, കോപ്പർ, കോഫി പോലുള്ള കോമഡിറ്റികളുടെ വില അപ് ട്രെൻഡിലാണ്. കോമഡിറ്റികളുടെ വില ഉയരുന്നത് മൂലം ഇൻഫ്ലേഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ ഉയരുകയാണെങ്കിൽ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തേണ്ടതായിട്ട് വരും. ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തുകയാണെങ്കിൽ മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഡ്രൈ അപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ കാരണങ്ങൾ മൂലമാണ് ഇന്ന് പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വന്ന ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടാം. ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷമാണ് TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 0.5% ഉയർന്ന് 4000 മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 14 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 32.64, ഡിവിഡൻഡ് ഈൽഡ് 1.27%, 52 വീക്ക് ഹൈ 4254, 52 വീക്ക് ലോ 3070. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കമ്പനി കാഴ്ചവെച്ചത്. ഇയർ ഓൺ ഇയറിൽ TCSൻ്റെ നെറ്റ് പ്രോഫിറ്റ് 9% വർദ്ധിച്ച് 11,392 കോടിയിൽ നിന്നും 12,434 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ TCSൻ്റെ പ്രോഫിറ്റ് 12% വർദ്ധിച്ചത്. 11,058 കോടിയിൽ നിന്നും 12,434 കോടിയിലേക്കാണ് TCSൻ്റെ പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ 3.5% വർദ്ധിച്ച് 61,237 കോടിയായി മാറി. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂവിൽ 1% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. TCSൻ്റെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 2.2% ഉയർന്നു. ഇന്ത്യയിലെ ബിസിനസ്സിൽ 38% വളർച്ചയും UK ബിസിനസ്സിൽ 6.2% വളർച്ചയും TCS രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ TCSൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $13.2 ബില്യൺ ഉയർന്നു. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ കോൺട്രാക്റ്റ് $42.7 ബില്യൺ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ TCSൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ 26% ഉയരുകയും
എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തത് കമ്പനിയുടെ എക്സിക്യൂഷൻ എക്സലൻസും ബിസിനസ് മോഡലിലെ റോബസ്റ്റ്നെസ്സുമായിട്ടാണ് വിലയിരുത്തുന്നത്. ഇനി സെഗ്മെൻറ്റ് വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ BFSI സെഗ്മെൻറ്റിൽ ഡീഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത്. 3.2% ഡീഗ്രോത്ത്. കൺസ്യൂമർ ബിസിനസ്സിൽ 0.3% ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ 9.7% വളർച്ച കൈവരിക്കുകയും എനർജി ആൻഡ് യൂട്ടിലിറ്റി സെഗ്മെൻറ്റിൽ 7.3% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ക്വാർട്ടർ 4-ൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 180 ബേസിസ് പോയിൻറ്റ് ഉയരുകയും നെറ്റ് മാർജിൻ 100 ബേസിസ് പോയിൻറ്റ് ഉയരുകയും ചെയ്തു. കൂടാതെ ടെക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ബിസിനസ് 5% ഇടിഞ്ഞു. ജിയോഗ്രാഫിക്കൽ വൈസ് UK-യിൽ കമ്പനിയുടെ ബിസിനസ് 6.2%, ലാറ്റിൻ അമേരിക്കൻ റീജിയനിൽ 9.8% ഉയർന്നു. TCSൻ്റെ അട്രീഷനിലും ഗണ്യമായ ഇടിവ് വന്നിട്ടുണ്ട്. 13.3% നിന്നും 12.5%ലേക്ക് അട്രീഷൻ ഇടിഞ്ഞിട്ടുണ്ട്. TCSൻ്റെ ടോട്ടൽ വർക്ക് ഫോഴ്സ് 6,1546 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓവറോൾ TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അട്രീഷൻ റേറ്റ് ഇടിഞ്ഞത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ TCSനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിലുണ്ടായിരിക്കുന്ന റെക്കോർഡ് വർധനവ് വരും സമയങ്ങളിലും കമ്പനിയുടെ പെർഫോമൻസ് ഈ രീതിയിൽ തുടരും എന്ന രീതിയിലുള്ള സൂചനയാണ് നൽകുന്നത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത രീതിയിലുള്ള പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെച്ചപ്പെടുത്തുകയും നെറ്റ് മാർജിൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ പോസിറ്റീവ് വശങ്ങളാണ്. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ മികച്ച രീതിയിലുള്ള ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചതുകൊണ്ട് സ്റ്റോക്ക് ചിലപ്പോൾ 52 വീക്ക് ഹൈയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 4000-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 4250 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്, 3980 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 3880, 3900 തുടങ്ങിയ റീജിയനുകളിൽ സ്റ്റോക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്